ഇന്ന് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം. രാസോർജം വൈദ്യോർജ്ജമാക്കുന്നത് ഏത്? ബാറ്ററിയാണ് രാസോർജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നത്. താഴെ പറയുന്ന ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഉള്ളത്? വാതകങ്ങളിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഉള്ളത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനാ വകുപ്പ് 324 പ്രതിപാദിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 324. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കാനുള്ള റിട്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശവാന്മാർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഇതാര് പറഞ്ഞ വാക്കുകളാണ്? പ്ലേറ്റോ ആണ് ഇങ്ങനെ പറഞ്ഞത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത്? മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ലാറ്ററൈറ്റ് മണ്ണ്. ഭിന്നശേഷിക്കാർക്കായി IT പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. 2018 തായ്ലാൻഡ് ഗുഹകളിൽ കുടുങ്ങിയ ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ്? വൈൽഡ് ബോർ. ചൂടെ കൊടുത്തിരിക്കുന്നതിന് കൂട്ടത്തിൽപ്പെടാത്തത് നേവ ഷേവ. ഭീമ ഏത് നദിയുടെ പോഷകനദിയാണ്? കൃഷ്ണ നദിയുടെ പോഷകനദിയാണ് ഭീമ. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പിൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി. ഉദയഭൂമി ആരുടെ സമാധിസ്ഥലമാണ്? KR നാരായണൻ്റെ സമാധിസ്ഥലമാണ് ഉദയഭൂമി. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ. 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ ആണവ നിലയമാണ് കൈഗ ആണവ നിലയമാണ് ലോക റെക്കോർഡ് നേടിയത്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ജൂലൈ 11 ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയിൽ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്. 0 ഡിഗ്രി രേഖാംശരേഖയിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ 10 മണിക്കൂർ അക്ഷാംശരേഖയിൽ സമയം എത്രയാണ്? 3:30. 10ൻ്റെ കൂടെ 5:30 കൂട്ടിയാൽ മതി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യമാണ് ചൈന.